വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രം നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന മലയാള ചലച്ചിത്ര വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സമീപകാല പ്രസ് മീറ്റ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. 112 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച മോഹൻലാലിൻ്റെ ബറോസ് പോലെയുള്ള സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പോലും തിയേറ്റർ വിഹിതത്തിൻ്റെ ചെലവിൻ്റെ 15% പോലും തിരിച്ചുപിടിക്കാൻ പരാജയപ്പെട്ടുവെന്ന് നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയ പട്ടികയിൽ പറയുന്നു. എന്നാൽ മറുവശത്ത് മലയാള സിനിമ ഏറ്റവും വലിയ 2 സിനിമകൾക്കായി ഒരുങ്ങുകയാണ്. മോഹൻലാലും പൃഥ്വിരാജ് സുകുമാരനുമുള്ള എമ്പുരാൻ, മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം താൽക്കാലികമായി MMMN എന്ന് പേരിട്ടിരിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രവും. എമ്പുരാനിലൂടെയും മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെയും KGFഉം കാന്താരയും ഉണ്ടാക്കിയ വലിയ മാറ്റം മലയാള സിനിമയിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുകയാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫ്. ചില സിനിമകൾ കലാകാരന്മാരുടെ പ്രതിഫലം പരിഗണിക്കാതെ വ്യവസായത്തെ വലുതാക്കാൻ സഹായിക്കുന്നതാണ്. ഉദാഹരണത്തിന് കന്നഡ സിനിമാ വ്യവസായം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കാന്താര വന്നത്. KGF പോലെയുള്ള ഒരു സിനിമയുടെ, അതും യശിനെ പോലെയുള്ള ഒരു നടനൊപ്പം, കന്നഡ വ്യവസായത്തിൽ നിന്ന് മാത്രം അതിൻ്റെ ബഡ്ജറ്റ് വീണ്ടെടുക്കുമെന്ന് ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്നാൽ കന്നഡ സിനിമാ വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഒന്നാക്കി മാറ്റാൻ ഈ 2 ചിത്രങ്ങളും സഹായിച്ചു. 2008 പുറത്തിറങ്ങിയ 2020 എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലൂടെ മലയാളത്തിലും ഇത് മുൻപ് സംഭവിച്ചിട്ടുണ്ടെന്ന് ആൻഡോ ജോസഫ് പറയുന്നു. അത് അന്ന് വ്യവസായത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. എമ്പുരാൻ പോലെയുള്ള ഒരു വമ്പൻ ചിത്രത്തിലൂടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും അതേ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ ഭാഷകളിലും രാജ്യത്തുടനീളം ഈ ചിത്രം റിലീസ് ചെയ്യും. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ 8 എണ്ണത്തിൽ 5 എണ്ണം മറ്റ് ഭാഷാ ചിത്രങ്ങളാണ്. വിജയുടെ ലിയോ പട്ടികയിൽ മുന്നിലാണ്. ഒരു രജനീകാന്തിൻ്റെയോ വിജയ് ചിത്രമോ കേരളത്തിൽ റിലീസ് ചെയ്താൽ അത് കാണാനും റെക്കോർഡ് ഓപ്പണിംഗ് നൽകാനും മലയാളികൾ തിയേറ്ററിൽ പോകുന്നു. പക്ഷെ നമ്മുടെ മലയാള സിനിമകൾക്കൊന്നും അത് ലഭിക്കുന്നില്ല. മലയാള സിനിമയ്ക്കായി അത് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകർ റിവ്യൂവിനും റിപ്പോർട്ടുകൾക്കും വേണ്ടി കാത്തിരിക്കുന്നു. എമ്പുരാനും മഹേഷ് നാരായണൻ ചിത്രവും ആന്റണിക്കും തനിക്കും സിനിമകൾക്ക് അത്തരമൊരു മാർക്കറ്റ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് പ്രതീക്ഷിക്കുന്നു. എമ്പുരാൻ പോലൊരു സിനിമ നിർമ്മിക്കപ്പെടാൻ അർഹതയുള്ള വൻതോതിൽ നിർമ്മിക്കണമെന്ന് ആന്റണി ആഗ്രഹിച്ചു. മറ്റ് ഭാഷകളിലും ഇത് വ്യാപകമായി റിലീസ് ചെയ്യുന്നതിനായി മറ്റ് പ്രൊഡക്ഷൻ ഹൗസുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഈ വർഷത്തെ അടുത്ത വലിയ റിലീസായിരിക്കും മമ്മൂട്ടി നായകനായ മഹേഷ് നാരായണൻ ചിത്രം. ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രതിഫലത്തിനെ പറ്റി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. 100 കോടി ബഡ്ജറ്റ് പറഞ്ഞ ചിത്രത്തിൻ്റെ അഭിനേതാക്കളുടെ പ്രതിഫലം കൂട്ടാതെയാണ് അത്രത്തോളം ബഡ്ജറ്റ് വന്നതെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ പ്രതിഫലത്തെക്കുറിച്ച് ആൻഡോ ജോസഫ് ഒന്നും പറഞ്ഞില്ല. കലാകാരന്മാരും അത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കേണ്ടതും തികച്ചും ആവശ്യമാണെന്ന് ആൻഡോ ജോസഫ് പറയുന്നു. മലയാള വ്യവസായത്തിലെ കലാകാരന്മാർ കൂടുതൽ സഹകരിക്കുന്നവരാണെന്നും ആൻഡോ ജോസഫ് പറയുന്നു. നിലവിൽ മഹേഷ് നാരായണൻ ചിത്രം കൊച്ചി ഷെഡ്യൂൾ പൂർത്തിയാക്കി. ചിത്രത്തിൽ കഴിഞ്ഞ ദിവസം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും ജോയിൻ ചെയ്തിരുന്നു. ടീം അടുത്തതായി ഡൽഹിയിലേക്ക് പോകും. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ശ്രീലങ്ക, UAE, അസർബൈജാൻ എന്നിവിടങ്ങളിൽ ഇതിനകം ചിത്രീകരിച്ചു കഴിഞ്ഞു.